തൃശൂർ ജില്ലയിൽ എലിഫന്റ് സ്ക്വാഡുകളുടെ ലൈസൻസിംഗ് കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നും അർഹതയില്ലാത്ത സംഘങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ശ്രീ ഗണേശ എലിഫന്റ് സ്ക്വാഡ് തളിക്കുളം. തൃശൂർ ജില്ലയിൽ തന്നെ ഏകദേശം 9ഓളം എലിഫന്റ് സ്ക്വാഡുകൾ നിലവിലുണ്ട്. ഇതിൽ 5ഓളം സംഘത്തിന് മാത്രമാണ് കൃത്യമായ ലൈസൻസിംഗ് നിലവിലുള്ളത്. കേവലം 3 ദിവസത്തെ ഫോറസ്റ്റ് അധികൃതർ ഏർപ്പെടുത്തിയ ക്ലാസ്സിൽ പങ്കെടുത്ത് ആനകളുമായി ഒരു പരിശീലനം പോലും ലഭിക്കാതെയും ആനകളുടെ മതപ്പാട് ലക്ഷണങ്ങളോ അസുഖങ്ങളോ ബന്ധപ്പെട്ട് യാതൊരുവിധ അറിവുകളും ഇല്ലാതെയാണ് ഭൂരിഭാഗം എലിഫന്റ് സ്ക്വാഡുകളും ഉത്സവ സീസണിൽ പ്രവർത്തിച്ചു വരുന്നതെന്നും ഇതിലെ അംഗങ്ങൾ മറ്റു പല തൊഴിലുകളിൽ ഏർപ്പെടുന്നവരും ആനപരിപാലനമായോ ഈ മേഖലയുമായോ യാതൊരുവിധ ബന്ധവുമില്ലാത്ത ആളുകളാണെന്നും ഈ അടുത്ത കാലത്തുണ്ടായ പല അപകടങ്ങളും മരണങ്ങളും ഇതിന് ഉദാഹരണമാണെന്നും ശ്രീ ഗണേശ എലിഫന്റ് സ്ക്വാഡിലെ അംഗങ്ങൾ 40-50 വർഷം ആനകളുടെ പാപ്പാനായി ആനപ്പാപ്പാന്മാരുടെ പരിശീലകരായി ഗുരുവായൂർ ദേവസ്വം പോലുള്ള സ്ഥാപനങ്ങളിലേക്ക് ആനപ്പാപ്പാന്മാരെ ഇന്റർവ്യൂ നടത്തുന്ന ബോർഡിലെ അംഗമായി പ്രവർത്തിച്ചിട്ടുള്ളവരാണെന്നും തങ്ങളിൽ തൊഴിൽ സുരക്ഷിതത്വമോ ഏകീകൃത സേവന വേതന വ്യവസ്ഥകളോ ഒന്നും തന്നെ കൃത്യമായി ലഭിക്കുന്നില്ല എന്നും സർക്കാർ അംഗീകൃത ഇൻഷുറൻസ് സംവിധാനം പോലും ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് നിലവിൽ ഉള്ളതെന്നും അതുകൊണ്ട് തന്നെ അർഹതയില്ലാത്ത സംഘങ്ങളെ എലിഫന്റ് സ്ക്വാഡ് ലൈസൻസിൽ നിന്നും ഒഴിവാക്കണമെന്നും ഒരു വിദഗ്ധ സമിതിയെ വെച്ച് തങ്ങൾ ഉന്നയിച്ച വിഷയം അന്വേഷണം നടത്തി ഉചിതമായ നടപടികൾ കൈക്കൊള്ളണമെന്നും പറഞ്ഞുകൊണ്ട് കേരള വനം വകുപ്പ് മന്ത്രിക്കും കേരള മുഖ്യമന്ത്രിക്കും നിവേദനം നൽകുമെന്നും ഏറ്റവും കുറഞ്ഞത് 10 ദിവസമെങ്കിലും ലൈസൻസിന് അപേക്ഷിക്കുന്ന സംഘങ്ങൾക്ക് പരിശീലനം നൽകണമെന്നും പരിശീലനത്തിൽ മുതിർന്ന ആനപരിപാലകരെ ഉൾപ്പെടുത്തണമെന്നും അർഹതയില്ലാത്ത ലൈസൻസിംഗ് അംഗങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും തൃപ്പയാറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ തളിക്കുളം ശ്രീ ഗണേശ എലിഫന്റ് സ്ക്വാഡ് സെക്രട്ടറി ബൈജു തളിക്കുളം, ദാമോദരൻ ഗുരുവായൂർ, വേണു കെ, സതീശൻ കാട്ടാക്കാമ്പൽ, ബാലകൃഷ്ണൻ നായർ തുടങ്ങിയവർ അറിയിച്ചു. ഈ വിഷയത്തെക്കുറിച്ച് 2 മാസം മുൻപ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടും കളക്ടർ യാതൊരുവിധ നടപടി സ്വീകരിച്ചില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്.